ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. ആനന്ദ IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് ആണ്. UPSCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റി സെഷനുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന, എപ്പോഴും കേട്ട് വരുന്ന ഒരു പേരാണ് പ്രോ ടേം സ്പീക്കർ. ആരാണ് ഈ പ്രോ ടേം സ്പീക്കർ അല്ലെങ്കിൽ സ്പീക്കർ പ്രോ ടേം എന്ന് പറയുന്നത്? അതായത് ഒരു നിയമസഭ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് പുതുതായിട്ട് രൂപം കൊള്ളുമ്പോൾ അവിടെ സ്പീക്കർ ഉണ്ടാവില്ലല്ലോ, അവിടെ ഒരു വാക്വം ആയിരിക്കും. സ്പീക്കർ പുതിയ പാർലമെന്റ് ജോയിൻ ചെയ്തതിന് കുറച്ച് ദിവസങ്ങളിൽ മുൻപ് ഒഫീഷ്യലി പുറത്തേക്ക് പോകും. ദെൻ അവിടെ ഒരു വേക്കന്റ് ഉണ്ടാകും. ആ വേക്കന്റ് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ എന്താണ്, ഇപ്പോ നിയമസഭയാണെങ്കിൽ, ഇപ്പോൾ ബീഹാറിന്റെ കാര്യത്തിൽ നിയമസഭയിൽ നിന്നുള്ള ആളുകൾ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു സീനിയർ മോസ്റ്റ് പേഴ്സൺ ഉണ്ടാകും. ഈ സീനിയർ മോസ്റ്റ് പേഴ്സൺ എന്താ ചെയ്യുന്നത്? ഈ സീനിയർ മോസ്റ്റ് പേഴ്സൺ നമ്മളുടെ ബാക്കിയുള്ള MLA-മാര് അല്ലെങ്കിൽ MP-മാര് ഇവരുടെ ഓത്ത് പ്രിസൈഡ് ചെയ്യുക എന്നുള്ളൊരു പണി മാത്രമാണ് ഈ സ്പീക്കറിനുള്ളത്. സോ സ്പീക്കർ പ്രോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ സ്പീക്കർ. ഓക്കെ, സ്പീക്കർ പ്രോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് എ സ്പീക്കർ. പക്ഷെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് മേജർലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവരുടെ MP-മാരുടെയും MLA-മാരുടെയും ഓത്ത്, അവരുടെ പ്രതിജ്ഞയെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്പീക്കർ പ്രോട്ടേമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അപ്പൊ ഒരു സ്പീക്കർ ഉണ്ട്. നമുക്ക് സ്പീക്കറിനെ ഇലക്ട് ചെയ്യുന്നത് ആരാണ്? ലോകസഭയാണ്. പക്ഷേ പ്രോട്ടേം സ്പീക്കറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഒന്നില്ലെങ്കിൽ ഗവർണർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, സോ ബേസിക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ സ്പീക്കറാണ് സഭയെ നിയന്ത്രിക്കുന്ന ആൾ. പക്ഷെ അദ്ദേഹം അവിടെ വേക്കന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രോട്ടേം സ്പീക്കറിനെ, സീനിയർ മോസ്റ്റ് ജഡ്ജിനെ, സീനിയർ മോസ്റ്റ് മെമ്പറിനെ പ്രോട്ടേം സ്പീക്കർ ആയിട്ട് വെക്കും. ദെൻ നമുക്കൊരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. ദെൻ എന്താണ്, ഒരു കളക്ഷൻ ഓഫ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് മെമ്പേഴ്സ് സ്പീക്കറായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ളവരുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സ്പീക്കർ pro tem. He or she is elected by the Lok Sabha from among its members. എന്താണ്? അദ്ദേഹം ഇലക്ടഡ് ഫ്രം ദ മെമ്പേഴ്സ് ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, he fixed the date of election of the speaker. സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പ് എന്നാണെന്ന് ഡേറ്റ് ആരാണ് നിർണ്ണയിക്കുന്നത്? സ്പീക്കർ pro tem ആണെന്നാണ് പറയുന്നത്. The president himself administer an oath to him. പ്രസിഡന്റ് നമ്മളുടെ പ്രോട്ടം സ്പീക്കറിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. അതായത് നമ്മളുടെ ലോകസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, പുതിയ മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, പുതിയ മെമ്പേഴ്സ് ഒരിക്കലും വന്നിട്ടില്ല. അതിനു മുൻപേ ലോകസഭ എലക്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനായിട്ട് സാധ്യതയില്ല. സ്പീക്കർ പ്രോട്ടേമിനെ കുറിച്ചിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്താണ് ഉത്തരം? നമ്മളുടെ സ്പീക്കർ പ്രോട്ടേമിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. നോർമലി പ്രസിഡന്റ് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്പറിനെ വിളിച്ചിട്ട് നിങ്ങൾ സ്പീക്കർ പ്രോട്ടേം ആകണം എന്ന് പറയും. ഓക്കെ, സോ ലോകസഭയല്ല. ലോകസഭ എലക്ട് ചെയ്യുന്നത് ആരെയാണ്? ലോകസഭ എലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്ട് ചെയ്യുന്നത് സ്പീക്കറിനെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്പീക്കർ പ്രോട്ടേമിന്റെ കാര്യത്തിൽ തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഹി ഫിക്സ് ദ ഡേറ്റ് ഓഫ് ദ ഇലക്ഷൻ ഓഫ് ദ സ്പീക്കർ. സ്പീക്കറിന്റെ ഇലക്ഷന്റെ ഡേറ്റ് ആര് തീരുമാനിക്കുന്നു? സ്പീക്കർ പ്രോട്ടേം തീരുമാനിക്കുന്നു. ആണോ? അല്ല. സ്പീക്കറിന്റെ ഇലക്ഷന്റെ ഡേറ്റ് ആരാ തീരുമാനിക്കുന്നത്? പ്രസിഡന്റ് ആണ് തീരുമാനിക്കുന്നത്. എന്ന് സ്പീക്കറിനെ സെലക്ട് ചെയ്യണമെന്ന് നോട്ടിഫൈ ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ പ്രസിഡന്റ് ഹിംസെൽഫ് അഡ്മിനിസ്റ്റർ ആൻ ഓത്ത് ടു ഹിം. ആണോ? പ്രസിഡന്റ് സ്പീക്കർ പ്രോട്ടേമിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ശരിക്കും സ്പീക്കർ പ്രോട്ടേമിന് ഓത്ത് ഉണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും സ്പീക്കർ പ്രോട്ടേം ഓത്ത് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ?
തീർച്ചയായിട്ടും ഓത്തുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഓത്തുണ്ട്. എന്താണ്, ആരാണ് ചൊല്ലിക്കൊടുക്കുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാര്യത്തിലാണെങ്കിൽ ഗവർണർ ആയിരിക്കും ഓത്ത് ചൊല്ലിക്കൊടുക്കുക. സോ ഇവിടെ നരേന്ദ്രനാരായൺ യാദവിന് ആരായിരിക്കും നമ്മളുടെ ഓത്ത് ചൊല്ലിക്കൊടുക്കുക, സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത്? അവിടുത്തെ ഗവർണർ ആയിരിക്കും. ലോകസഭയുടെ കേസിലാണെങ്കിൽ ആരായിരിക്കും ഓത്ത് ചൊല്ലിക്കൊടുക്കുക? പ്രസിഡന്റ് ആയിരിക്കും ഓത്ത് ചൊല്ലിക്കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, ഓക്കെ, എന്റെ അടുത്ത ചോദ്യം, സ്പീക്കറിന് ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്, ഓത്തല്ല ഓത്ത്, ഓക്കെ, സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? സ്പീക്കറിന്, സ്പീക്കർ പ്രോട്ടേമിനല്ല, സ്പീക്കറിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരായിരിക്കും? എന്താണ്, ഗവർണർ ആയിരിക്കുമോ? പ്രസിഡന്റ് ആയിരിക്കുമോ? സ്പീക്കറിന് സത്യപ്രതിജ്ഞയില്ല. ഓത്ത് ഓഫ് ഓഫീസ്, സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷന് സത്യപ്രതിജ്ഞയില്ല. പ്രോട്ടം സ്പീക്കറിനുണ്ട്, പക്ഷേ സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷന് സത്യപ്രതിജ്ഞ, ഓത്ത് ഓഫ് ഓഫീസ് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ വാചകം ഇല്ല. ആ ഒരു ഐറണി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് പ്രോട്ടം സ്പീക്കറിന് എന്തുണ്ട്? സത്യപ്രതിജ്ഞാ വാചകം ഉണ്ട്. പക്ഷേ സ്പീക്കർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്തില്ല? സത്യപ്രതിജ്ഞ ഇല്ല. അതായത് സത്യപ്രതിജ്ഞ ചെയ്യാണ്ടാണ് നമ്മുടെ സ്പീക്കർ അധികാരമേൽക്കുന്നത്. UPSCക്ക് ക്വസ്റ്റൻ ആയിക്കൂടെ? തീർച്ചയായിട്ടും ക്വസ്റ്റൻ ആകാം. സ്പീക്കറിന് ഓത്ത് ഓഫ് ഓഫീസ് ഇല്ല എന്നത് പലർക്കും അറിയാത്ത കാര്യമാണ്. ഇപ്പൊ പലരും നമ്മൾ ചിന്തിക്കുന്നത് തേർഡ് ഷെഡ്യൂളിൽ ഉണ്ടാകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പ്രോട്ടം സ്പീക്കറിന് ഉണ്ടാകില്ല എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. പക്ഷേ പ്രോട്ടം സ്പീക്കറിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്പീക്കറിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നില്ല. സോ ഈ അവസരത്തിൽ സ്പീക്കറിനെ കൂടിയിട്ട് നമ്മളൊന്ന് പഠിച്ചു നോക്കണം. എന്താണ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ ഹെഡാണ്, കൺട്രോളിംഗ് ദ സഭ. എന്ത്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിലും ലോകസഭയാണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും. പാർലമെന്റിൽ സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷൻ ഇല്ല. രാജ്യസഭയ്ക്ക് സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷൻ ഇല്ല. പാർലമെന്റിന്റെ അല്ല, രാജ്യസഭയ്ക്ക് സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷൻ ഇല്ല. ചെയർമാൻ ആണുള്ളത്. ഓക്കെ, ചെയർമാൻ രാജ്യസഭ ഇസ് ഈക്വൽ ടു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ സ്പീക്കർ ലോകസഭയിലെയും നമ്മളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആണെങ്കിലും കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ്. ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡന്റ് പൊസിഷൻ. വേറൊരു ചോദ്യം ചോദിക്കട്ടെ, പ്രോട്ടം സ്പീക്കർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണോ? പ്രോട്ടം സ്പീക്കർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണ്. സ്പീക്കറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണ്. ഓക്കെ, ദെൻ സ്പീക്കറുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, സ്പീക്കർ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു, ആരാണ് ഇലക്ട് ചെയ്യുന്നത്? സ്പീക്കർ ഈസ് ഇലക്ടഡ് ബൈ ദ പ്രസിഡന്റ്. ശരിയാണോ? അല്ല, സ്പീക്കർ ഈസ് എലക്ടഡ് ബൈ ദ ലോകസഭ. ലോകസഭയിലെ മെമ്പേഴ്സ് വോട്ട് ചെയ്തിട്ടാണ് സ്പീക്കറിനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, സ്പീക്കർ ഈസ് ഇലക്ടഡ് ബൈ ദ ലോകസഭ. പ്രസിഡന്റ് ആണെന്ന് തോന്നും, അല്ല. ഹൈക്കോടതി ജഡ്ജിയെ, ഇന്നലെ സുപ്രീം കോടതി ജഡ്ജിയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഹൈക്കോടതി അല്ല, സുപ്രീം കോടതി ജഡ്ജിനെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്, അല്ലെ? പക്ഷേ സ്പീക്കറിനെ നിയമിക്കുന്നത് ആരാണ്? സ്പീക്കറിനെ നിയമിക്കുന്നത് ലോകസഭയാണ്. തെറ്റിപ്പോകരുത്, ലോകസഭ സെലക്ട് ചെയ്യും. എന്താണ് ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരിക്കണം. ടെന്യൂർ എത്ര വർഷത്തേക്കാണ്? ടെന്യൂർ 5 വർഷത്തേക്കാണ് നോർമലി. റിസൈൻ ചെയ്യാത്ത അവസരത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാത്ത അവസരത്തിൽ 5 വർഷമാണ് കാലാവധി. എന്നാൽ പുതിയ പാർലമെന്റ് അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപായിരിക്കും സ്പീക്കർ നമ്മളുടെ സഭയിൽ നിന്ന് പോവുക. അതായത് സഭയിൽ നിന്ന് അദ്ദേഹം ഒഫീഷ്യലി വിടവാങ്ങുന്നത് എന്തായിരിക്കും? പുതിയ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫസ്റ്റ് സെഷൻ പ്രോട്ടേം സ്പീക്കർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും സ്പീക്കർ, പഴയ സ്പീക്കർ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക എന്താണ് ഔദ്യോഗിക ഇതിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന് പിൻവാങ്ങുന്നത്. ആ ഒരു കാര്യം നോക്കുക. സോ വാക്വമായിട്ട് ഇടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വന്നിരിക്കുകയാണ്. ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വന്നിരിക്കുന്ന സമയത്ത് പൊസിഷൻസുകളില്ല. പക്ഷേ സ്പീക്കർ അവിടെ ഒരു പൊസിഷൻ ആയിട്ട് ആക്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ ലിമിറ്റഡ് പവേഴ്സ് ആയിരിക്കും, വലിയ പവറുകളൊന്നും ഉണ്ടാവില്ല. എന്നാൽ സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷൻ അവിടെ തന്നെ ആക്ട് ചെയ്യും. പുതിയ സ്പീക്കർ വരുന്നത് വരെ, അല്ലെങ്കിൽ പ്രോട്ടം സ്പീക്കർ അധികാരമേൽക്കുന്നത് വരെ, അധികാരമേൽക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഇദ്ദേഹം അവിടെ ഉണ്ടാകും. അത് വാക്വം എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യം, സ്പീക്കർ റെസിഗ്നേഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആർക്കാണ് സ്പീക്കർ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുക്കേണ്ടത്? സ്പീക്കർ റിസൈൻ ചെയ്യാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാണോ അദ്ദേഹത്തെ
ആരാണോ അദ്ദേഹത്തെ ആ പദവി ഏൽപ്പിച്ചത്, ഒന്നില്ലെങ്കിൽ അദ്ദേഹം, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരാൾ, അവർക്കായിരിക്കണം എന്ത് കൊടുക്കണ്ടേ? നമ്മളുടെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കണ്ടേ? സോ സ്പീക്കറിന്റെ കേസിൽ ആർക്കായിരിക്കും? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ആയിരിക്കും ലോകസഭയുടെ സ്പീക്കറിന്റെ കേസിൽ? അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കേസിൽ ആർക്കായിരിക്കും? നമ്മളുടെ ഗവർണർക്കായിരിക്കുമോ? അല്ല. വെനെവർ ദ സ്പീക്കർ റിസൈൻസ്, സ്പീക്കർ റിസൈൻ ചെയ്യുന്ന ഏതൊരവസരത്തിലും സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കറിനാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്. ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്? ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോ ഇയാൾ പറഞ്ഞത് തെറ്റിപ്പോയില്ലേ? ഇയാൾ ഇന്നലെ വലിയ ഡയലോഗ് അടിച്ചിട്ട് പറഞ്ഞു ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അവരായിരിക്കണം റെസിഗ്നേഷൻ ലെറ്റർ കൈപ്പറ്റേണ്ടത്, അല്ലെങ്കിൽ റെസിഗ്നേഷൻ വാങ്ങിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അയാൾ, അല്ലെങ്കിൽ അയാളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന് മുകളിലുള്ള ഹയർ അതോറിറ്റി. അപ്പോ ഇവിടെ ഇയാൾ ഡെപ്യൂട്ടി സ്പീക്കറിന് അദ്ദേഹത്തിന്റെ പൊസിഷനേക്കാൾ താഴെയുള്ള ഒരാൾക്ക് റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. അപ്പോ ഇന്നലെ പറഞ്ഞ ലോജിക്ക് തെറ്റിപ്പോയോ? തെറ്റിപ്പോയിട്ടില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പീക്കറിനെ ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? വെദർ ദ ഗവർണർ ഓർ ദ പ്രസിഡന്റ് അപ്പോയിന്റ് ദ സ്പീക്കർ? നോ. എ ബിഗ് നോ. പ്രസിഡന്റോ ഗവർണറോ അല്ല സ്പീക്കറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഒറ്റ വാക്കേ ഉള്ളൂ. പ്രസിഡന്റിന് സ്പീക്കറിന്റെ എലക്ഷൻ എന്നാണെന്ന് തീരുമാനിക്കാം. അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് സ്പീക്കറിനെ എലക്ട് ചെയ്യും എന്നൊരു നോട്ടിഫിക്കേഷൻ ആർക്ക് പുറപ്പെടുവിക്കാം? പ്രസിഡന്റിനോ ഗവർണറിനോ റെസ്പെക്റ്റീവ് ഗവർണേഴ്സിനോ പുറപ്പെടുവിക്കാം. പക്ഷേ അവരല്ല അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പകരം ആരാണ്? ലോകസഭയോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ, റെസ്പെക്റ്റീവ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ, അല്ലെങ്കിൽ പാർലമെന്റിന്റെ കാര്യത്തില് ലോകസഭയുടെ സ്പീക്കറിന്റെ കാര്യത്തില് ലോകസഭയിലെ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, അല്ലെങ്കിൽ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് അല്ല, എല്ലാ റെപ്രസെന്റേറ്റീവ്സുമാണ് നമ്മളുടെ ആരെ? സ്പീക്കറിനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, സോ പ്രസിഡന്റിന് ഇതിന് യാതൊരു റോളും ഇല്ല. സോ ദ പ്രസിഡന്റ് ഈസ് നോട്ട് ദ പേഴ്സൺ ഹു അപ്പോയിന്റ് ദ സ്പീക്കർ, ബട്ട് ദ ലോകസഭ ഡസ്. അതുകൊണ്ടാണ് ലോകസഭയിലെ നെക്സ്റ്റ് ഹയർ മോസ്റ്റ് അതോറിറ്റി ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കറാണ്. സ്പീക്കർ റിസൈൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഹയർ മോസ്റ്റ് അതോറിറ്റി അവിടെ ഡെപ്യൂട്ടി സ്പീക്കറാണ്. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കറിന് നമ്മൾ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി വെച്ചിട്ട് ഇറങ്ങുന്നത്. ഓക്കെ, പ്രസിഡന്റിന്റെ കേസിലും അങ്ങനെയല്ലേ? പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്ന ആരാണ്? താഴെയുള്ള വൈസ് പ്രസിഡന്റിനാണല്ലോ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടിയിട്ട് ഇവിടെയുണ്ട്. നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇത് നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകാം. സ്പീക്കറിന്റെ കേസിൽ വരുമ്പോൾ ചിലപ്പോൾ പ്രസിഡന്റ് ആണെന്ന് കാണുമ്പോൾ റിവിഷൻ കൃത്യമല്ലെങ്കിൽ എന്ത് വെച്ചും അത് മറന്നു പോകും. പക്ഷെ ഈ ഒരു ലോജിക് ഓർക്കുക. പ്രസിഡന്റ് ഈസ് നോട്ട് ദ പേഴ്സൺ ഹു അപ്പോയിന്റ് ദ സ്പീക്കർ. ദെൻ സ്പീക്കറിന് ഓത്ത് ഓഫ് ഓഫീസ് ഇല്ല എന്ന് കൂടിയിട്ട് ഓർക്കുക. പക്ഷെ പ്രോട്ടം സ്പീക്കറിനുണ്ട്. 5 ദിവസത്തേക്ക് പ്രോട്ടം സ്പീക്കർ ആകുന്ന ആൾക്ക് ഓത്ത് ഓഫ് ഓഫീസ് ഉണ്ട്. പക്ഷേ സ്പീക്കറിന് എന്തില്ല? സ്പീക്കറിന് ഓത്ത് ഓഫ് ഓഫീസ് ഇല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാണ്ടാണ് അധികാരത്തിലേക്ക് വരുന്നത്. സോ ഇവിടെ ഉത്തരം ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഹി ഫിക്സ് ദ ഡേറ്റ് ഓഫ് ദി ഇലക്ഷൻ തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഡിസ്കഷൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് എന്താണ് ചിലപ്പോൾ ആൻസർ പറയാനായിട്ട് വിട്ടു പോകുന്നുണ്ട്. ഇന്നലെ ഏതോ ഒരു ക്വസ്റ്റിനൊക്കെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർലമെന്ററി കമ്മിറ്റീസ് ഹാസ് ദ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആസ് ഇറ്റ്സ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ? താഴെ കൊടുത്തിരിക്കുന്ന പാർലമെന്ററി കമ്മിറ്റീസിൽ ഏതിനാണ് സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ, നമ്മളുടെ ലോക്സഭയുടെ സ്പീക്കർ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ട് വരുന്നത്? ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹം ചെയർമാൻ ആയിട്ട് മാറും. സോ സ്പീക്കറിന്റെ ഡിസ്കഷനിൽ വരുന്ന നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ലക്ഷ്മികാന്തിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെ ലോജിക് ഉപയോഗിച്ച് കറന്റ് അഫയേഴ്സിന്റെ ഡെഫിനേഷനുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൺ ബിലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജനറൽ പർപ്പസ് കമ്മിറ്റി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റൂൾസ് കമ്മിറ്റി. തേർഡ് സ്റ്റേറ്റ്മെന്റ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ethics committee. Okay, so
ലക്ഷ്മികാന്തിൽ അങ്ങനെ തന്നെ 3 എണ്ണത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്: ജനറൽ പർപ്പസ് കമ്മിറ്റി, റൂൾസ് കമ്മിറ്റി, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. സോ ഞാനത് കാണാപ്പാടം പഠിച്ചിരിക്കുകയാണ്. സോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് കാണാപ്പാടം ഇങ്ങനെ അറിയാം. ജനറൽ പർപ്പസ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി, റൂൾസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് 3 കമ്മിറ്റികളുടെയും ഹെഡ് സ്പീക്കർ ആയിരിക്കും എന്ന് എനിക്ക് കാണാപ്പാടം അറിയാം. അല്ലെങ്കിൽ എത്തിക്സ് കമ്മിറ്റി. എത്തിക്സ് കമ്മിറ്റിയെ കുറിച്ചിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ന്യൂസിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ന്യൂസ് കറന്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ വർഷമല്ല, കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ന്യൂസിലുണ്ടായിരുന്നത് എത്തിക് കമ്മിറ്റി. മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന ബംഗാളിലെ ഒരു MP-യുടെ എന്താണ് ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട്, ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അന്ന് ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. സോ എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ്. പക്ഷേ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരല്ല? നമ്മളുടെ പ്രസിഡന്റ് അല്ല, ഇൻ ദ സെൻസ് സ്പീക്കർ അല്ല. ഓക്കെ, സ്പീക്കർ അല്ല നമ്മളുടെ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് മാറുന്നത്. ബാക്കി 3 കമ്മിറ്റിയുടെയും, ജനറൽ പർപ്പസ് കമ്മിറ്റി, റൂൾസ് കമ്മിറ്റി, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, ഈ 3 കമ്മിറ്റിയുടെയും എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ദ പ്രിസൈഡിംഗ് ഓഫീസർ, വെദർ ഇറ്റ് ഈസ് സ്പീക്കർ ഓർ ദ ചെയർമാൻ. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് നമ്മളുടെ എന്ത് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത്. ഞാൻ ലക്ഷ്മികാന്തിൽ നിന്നുള്ള ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്, അത് ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. സോ ലക്ഷ്മികാന്തിൽ അങ്ങനെ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഏത്? നമ്മളുടെ ജനറൽ പർപ്പസ് കമ്മിറ്റി, റൂൾസ് കമ്മിറ്റി, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്ന 3 കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സ്പീക്കർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ക്ലിയർ ആയല്ലോ. പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ക്ലിയർ ആയല്ലോ. സോ ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിലെ പൊസിഷനുകളാണ്. ദെൻ പ്രോട്ടേം സ്പീക്കറിന്റെ ഉത്തരവാദിത്വം എന്താണ്? വോട്ടുകൾ കൊടുക്കുക. ദെൻ അദ്ദേഹത്തിന് ഓത്തുണ്ട്, സ്പീക്കറിന് ഓത്തില്ല. പലർക്കും അറിയില്ല ഈ ഒരു കാര്യം. സ്പീക്കറിന് ഓത്തില്ല എന്നുള്ളത് പലർക്കും അറിയില്ല. ഒരു ചോദ്യം വന്നു കഴിഞ്ഞു, ഒരു തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ അത് നമ്മൾ പലരും പഠിക്കത്തുള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ സ്പീക്കറിന്റെ ഹിസ്റ്ററി കൂടിയിട്ട് എനിക്കിപ്പോ ഇവിടെ പറയാതെ പോകാൻ വയ്യ. സ്പീക്കറിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമ്മളുടെ സ്പീക്കർ എന്ന് പറയുന്ന ഒരു പദവി, സെപ്പറേറ്റ് സ്പീക്കർ എന്ന് പറയുന്ന ഒരു പദവി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അന്ന് സ്പീക്കർ എന്ന് പറയുന്ന ഒരു പേരില്ല. ദ പ്രസിഡന്റ് ആൻഡ് ദ ഡെപ്യൂട്ടി പ്രസിഡന്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ എമർജ് ചെയ്യുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ 1947 വരെ അത് തുടർന്നു. ദെൻ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ആ പൊസിഷൻ നമ്മൾ അങ്ങനെ തന്നെ തുടർന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷൻ ആർക്കാ കൊടുക്കുന്നത്? നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ വിഠൽഭായ് പട്ടേലിനാണ് കൊടുക്കുന്നത്. സോ വല്ലഭായ് പട്ടേലിന്റെ ചേട്ടനോ അനിയനോ ആരോ ആണ്, ബന്ധു ആരോ ആണ്. ഓക്കെ, സോ വിഠൽഭായ് പട്ടേലിനാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സ്പീക്കർ എന്ന് പറയുന്ന പൊസിഷൻ കൊടുക്കുന്നത്. ദെൻ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം GV മവലാൻകാർ ആണ് ഇന്ത്യയുടെ സ്പീക്കർ ആയിട്ട് മാറുന്നത്. സോ സ്പീക്കർ എന്ന് പറയുന്ന ഒഫീഷ്യൽ ടാഗ് ലൈൻ ആർക്കാ കൊടുക്കുന്നത്? GV മവലാൻകാരനാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ഇന്ത്യയുടെ ആദ്യത്തെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർമാരായിരുന്നു GV മവലാൻകാർ തന്നെയായിരുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളുടെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ എന്ന് പറയുന്ന ഒരാളാണ്. സ്പീക്കർ നമ്മുടെ AN ഷംസീർ, പഴയ നമ്മുടെ ഷംസീർക്കയാണ് ഇപ്പോഴത്തെ കറന്റ് ഉള്ള നമ്മളുടെ ഓണറബിൾ സ്പീക്കർ. ദെൻ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, അദ്ദേഹം MLA ആണ്. അദ്ദേഹമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ട് കാണുന്നത്. അതായത് വെനെവർ ദ സ്പീക്കർ AM ഷംസീർ ഇല്ലാത്ത സമയങ്ങളിൽ ചിറ്റയം ഗോപകുമാർ ആയിരിക്കും സ്പീക്കറിനെ ചെയർ ചെയ്യുന്നത്. നിങ്ങൾ സഭാ TV ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ എന്റെ ലാസ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, ഇന്ത്യക്ക് കറന്റ് ഡെപ്യൂട്ടി സ്പീക്കർ പൊസിഷൻ വേക്കന്റ് ആണ്. 2019 മുതൽ നമ്മളുടെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഫില്ല് ചെയ്തിട്ടില്ല ഇതുവരെ. 2019 മുതൽ ഒരു 6 വർഷമായി നമ്മളുടെ ഡെപ്യൂട്ടി സ്പീക്കർ പൊസിഷൻ വേക്കന്റ് ആയിട്ട് കിടക്കുക. ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിൽ ഓർത്തേക്കുക. സെക്കൻഡ് ന്യൂസ് ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയാണ്. എന്താണ്? INS മാഹിയുടെ കമ്മീഷനിങ്. എന്താണ്?
INS മാഹി എന്ന് പറയുന്ന നമ്മളുടെ ആന്റി സബ്മറൈൻ വാർഫെയർ, ഷാലോ വാട്ടറിലുള്ള ആന്റി സബ്മറൈൻ വാർഫെയർ ആണ് നമ്മളുടെ INS മാഹി എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ നാവികസേനയുടെ ഒരു കരുത്താകുന്ന ഒരു യുദ്ധ കപ്പലായിട്ട് മാറാൻ ശേഷിയുള്ള ഒരു ഷാലോ വാട്ടർ വാർഫെയർ, ആന്റി സബ്മറൈൻ വാർഫെയർ ആണ് നമ്മളുടെ INS മാഹി. വാട്ട് ഈസ് ദിസ് സൈലന്റ് ഹണ്ടർ? സൈലന്റ് ഹണ്ടർ എന്ന് പറയുന്നതിന്റെ മോട്ടോ ആണ് നിങ്ങൾ സൈലന്റ്ലി പോയിട്ട് ഹണ്ട് ചെയ്യുന്ന ആളുകളാണ് എന്ന് വിളിച്ച് പറയുന്നതാണ് ഇതിന്റെ മോട്ടോ. ഓക്കെ, ഹു ബിൽഡ് ദിസ് ഷിപ്പ്, ദിസ് വാർഫെയർ അല്ലെങ്കിൽ ഈ ഒരു INS മാഹി എന്ന് പറയുന്ന കപ്പൽ ബിൽഡ് ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡാണ് ബിൽഡ് ചെയ്യുന്നത്. സോ മാഹി ക്ലാസ് എന്ന് പറയുന്ന ഒരു 8 കപ്പൽ സമൂഹമുണ്ട്. അതില് ആദ്യത്തെ കപ്പലാണ് ഇവിടെ പുറത്തിറങ്ങിയിരിക്കുന്നത്. സോ വെദർ ദീസ് ഇൻഡിജീനിയസ് കപ്പലാണോ, ഫുള്ളി ഇൻഡിജീനിയസ് കപ്പലാണോ? അല്ല, 80% ഹോം മെയ്ഡ് ആണ് എന്ന് പറയാം, പക്ഷെ അല്ലെങ്കിൽ ഇൻഡിജീനിയസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഫുള്ളി ഇൻഡിജൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ബിൽഡഡ് ബൈ വൺ ആൻഡ് ഓൺലി ദ കൊച്ചിൻ ഷിപ്പ് യാർഡ്. ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. സോ INS മാഹി എന്ന് പറയുന്ന ഒരു കാര്യം കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുക. ദെൻ എഡിറ്റോറിയൽ സെഷനിലേക്ക് വരാം. ഫസ്റ്റ് പേജിൽ മറ്റേത് ന്യൂസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? തേജ് ബഹദൂറുമായി ബന്ധപ്പെട്ടത്, ഗുരു തേജ് ബഹദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മളുടെ സിഖ് ഗുരു, 9ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു തേജ് ബഹദൂറുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്ന് 2 പേജാണ് ഹിന്ദു, ഡൽഹി എഡിഷനിലെ ഹിന്ദു പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അതിൽ മോദിജിയുടെ ഒരു പരസ്യമുണ്ട്, പിന്നെ നമ്മൾ നോർമലി കാണുന്ന സിഖ് ഗുരുവിന്റെ കുറച്ച് ഒരാഴ്ച 2 ആഴ്ചയായിട്ട് ഹിന്ദു മാറ്റി വെക്കുന്ന ഒരു പേജിനും കൂടിയുണ്ട്. അങ്ങനെ 2 പേജുകൾ തേജ് ബഹദൂറിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തേജ് ബഹദൂറിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനന്ദപൂർ സാഹിബ് എന്ന് പറയുന്ന ഇത് ക്രിയേറ്റ് ചെയ്തു. ദെൻ വേറെ എന്താണ്, നമ്മളുടെ ഔറംഗസീബിനാൽ കൊല്ലപ്പെട്ട സിഖ് ഗുരുവാണ് ഇദ്ദേഹം. ഓക്കെ, 6ാമത്തെ സിഖ് ഗുരുവിന്റെ മകനാണ് ഈ നമ്മളുടെ തേജ് ബഹദൂർ എന്ന് പറയുന്ന, ഗുരു തേജ് ബഹദൂർ എന്ന് പറയുന്ന 9ാമത്തെ സിഖ് ഗുരു. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക ഇങ്ങനെ പത്രത്തിൽ വരുമ്പോൾ, ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ദെൻ G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് എഡിറ്റോറിയൽ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ന്യൂസുകൾ ഉണ്ട്? എഡിറ്റോറിയലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ G20 സബ്മിറ്റുമായി ബന്ധപ്പെട്ടതാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ദെൻ ലേബർ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് നോർമലി ഉള്ള ഒരു ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ വ്യൂ മാത്രമാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് എഡിറ്റോറിയലിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ മിസ്സിംഗ് ഉബണ്ടു. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ഉബണ്ടുവിനെ കുറിച്ചിട്ട്, ദ ഫിലോസഫി ഓഫ് ഉബണ്ടു. ആ ഫിലോസഫി ഓഫ് ഉബണ്ടു ആണ് ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത്. സോ യു ഫീൽ എന്താണ്, നിങ്ങൾ പഠിച്ചൊരു കാര്യം പത്രത്തിലേക്ക് വരികയാണ്, തലേ ദിവസം പഠിച്ചൊരു കാര്യം, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ ഒരു കാര്യം ന്യൂസിന്റെ ഹെഡ്ലൈൻ ആകുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്നുണ്ടോ? തരണം. ഓക്കെ, സോ ഉബണ്ടു എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഐ ആം ഹിയർ ബിക്കോസ് ഓഫ് വി ആർ. നമ്മളുള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്, നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിലനിൽക്കുന്നത് എന്ന് പറയുന്ന ആഫ്രിക്കൻ ഫിലോസഫിയാണ് നമ്മളുടെ ഈ ഫിലോസഫി ഓഫ് ഉബണ്ടു എന്ന് പറയുന്നത്. സോ അതായിരുന്നു G20 ഉച്ചകോടിയുടെ തീം. അതിൽ നിന്ന് ആരിറങ്ങിപ്പോയി? നമ്മളുടെ US അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൾട്ടിലാറ്ററലിസം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈപോളാർ വേൾഡിനെ സൃഷ്ടിക്കുന്ന US അവിടെ എന്ത് കാര്യം? അതുകൊണ്ട് അവർ അങ്ങോട്ട് പയ്യെ ഒന്ന് വലിഞ്ഞു. ഓക്കെ, സോ അതുകൊണ്ടാണ് ദ മിസ്സിംഗ് ഉബണ്ടു. എല്ലാവരുടെയും ഒരു കോർപ്പറേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ സെക്ഷൻ ഇന്നത്തെ ന്യൂസിൽ വന്നിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. എന്തായിരുന്നു G20യുടെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ മൾട്ടിലാറ്ററലിസം ആണ്, അല്ലെങ്കിൽ മൾട്ടി അലൈൻമെന്റ് ആണ്. ടെററിസം എൻഡ് ചെയ്യുക, ദെൻ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ, വുമൻസിന്റെ എഡ്യൂക്കേഷൻ പാർട്ടിസിപ്പേഷനുള്ള കാര്യങ്ങൾ കുറക്കുക, ദെൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മേജർ കാര്യങ്ങളായിരുന്നു. AI മോദിജി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ റിഫോം, പക്ഷെ അത് G20യിൽ സംസാരിച്ചിട്ടില്ല. നമ്മളുടെ മറ്റൊരു ഫോറത്തിലാണ് അത് നമ്മളുടെ UN സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ മോദിജി സംസാരിച്ചത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മക്കളെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണം, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കോൺഫിഗർ ചെയ്യണം, ഡാറ്റയെ കോൺഫിഗർ ചെയ്യണം എന്നൊക്കെയാണ് നമ്മളുടെ മോദിജി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ദെൻ ഓപ്പൺ എഡിറ്റോറിയൽ സെഷനിൽ വന്നിട്ടുണ്ടായിരുന്ന 2 ഓപ്പൺ എഡിറ്റോറിയലും എനിക്ക് അപ് ടു ദ മാർക്ക് ടു UPSC ആയിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, എന്താണ്?
നമ്മളുടെ ഗവർണേഴ്സിന്റെ പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയൽ. ഓക്കെ, സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച് പോകുക, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടണം. നമ്മൾ ഡിസ്കസ് ചെയ്തതിനേക്കാൾ ഉപരി വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഫാക്റ്റുകളോ ലോകളോ ഒന്നും പറയുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എഡിറ്റോറിയൽ സെഷൻ ലീവ് ചെയ്തത്. അൺനെസസറി ആയിട്ട് സമയം കളയണ്ട, പ്രിലിംസിന് ഇപ്പൊ കുറച്ച് ദിവസമേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയൽ ഒരു മിഡിൽ പാത്ത് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് എഡിറ്റോറിയൽ ആയിരുന്നു. അത് UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ വായിക്കാം, പക്ഷെ വെറുതെ വായിക്കണ്ട. എന്താണ് UPSC പെർസ്പെക്റ്റീവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ തേർഡ് ഓപ്പൺ എഡിറ്റോറിയൽ ദ ബ്രിഡ്ജിംഗ് ഇന്ത്യസ് ന്യൂമറസി ഗ്യാപ്പ്. ഇന്ത്യ ലിറ്ററസിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കേരളം 100% ലിറ്ററസി ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ വാട്ട് ഇറ്റ് കംസ് ടു ന്യൂമറസി, ഓക്കെ, ന്യൂമറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഴുതാനും വായിക്കാനുമുള്ള അറിവിനെയാണ് നമ്മൾ ലിറ്ററസി എന്ന് പറയുന്നത്. ദെൻ ലഘു ഗുണിതങ്ങൾ അല്ലെങ്കിൽ ലഘു എന്താണ് ഗണിത പാഠങ്ങൾ ചെയ്യുന്നതിനുള്ള അറിവിനെയാണ് നമ്മൾ ന്യൂമറസി എന്ന് പറയുന്നത്. ഹരിക്കുക, ഗുണിക്കുക, അഡീഷൻ ചെയ്യുക, ദെൻ സബ്സ്ട്രാക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂമറസി എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഒരു ന്യൂമറസി ക്രൈസിസിലേക്ക്, ലിറ്ററസിയിൽ നമ്മൾ ഇംപ്രൂവ് ആകുന്നുണ്ടെങ്കിൽ ഒരു ന്യൂമറസി ക്രൈസിസിലേക്ക് പോകുന്നുണ്ട്. കേരളത്തിലെ കുട്ടികൾക്കിടയിലും ഈ ഒരു ന്യൂമറസി ക്രൈസിസ് ഉണ്ട്. പക്ഷെ ഡാറ്റ വൈസ് എന്തോരം ഉണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഡാറ്റ ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഓക്കെ, കേരളത്തിലെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഹൈ ലിറ്ററസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ന്യൂമറസി ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഗുണിതങ്ങൾ, അതായത് ഒരു 4ാം ക്ലാസ്സുകാരന്റെ ഗുണിത പാഠങ്ങൾ ഒരു 7ാം ക്ലാസ്സുകാരന് അറിയില്ല, 7ാം ക്ലാസ്സുകാരന് ചെയ്യാനായിട്ട് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹ്യൂജ് ന്യൂമറസി ഗ്യാപ്പ്. നമ്മൾ പഴയ അധ്യാപകരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് കുറച്ച് ആളുകളായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു ഇൻഫ്ലുവൻസസ് ആണ് ഇപ്പോഴത്തെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ ഒരു ന്യൂമറസി ഗ്യാപ്പിനെ കുറിച്ചിട്ട്. ഓക്കെ, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് അഡ്രസ്സ് ചെയ്യാനായിട്ട്, സോ ആ ന്യൂസ് ഈ ഓപ്പൺ എഡിറ്റോറിയൽ പറയുന്നത് എന്താണ്, ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നാണ് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ പറയുന്നത്. കറന്റ് ഇന്ത്യയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിപുൺ ഭാരത് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സ്കീം? നിപുൺ ഭാരത് സ്കീം. സോ ഈ സ്കീം എന്താണ്? നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ്. വെറുതെ റീഡ് ചെയ്താൽ പോരാ, പ്രൊഫിഷ്യന്റ് ആയിട്ട് റീഡ് ചെയ്യണം. പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ്, അതുകൊണ്ട് കഴിഞ്ഞോ? റീഡിംഗ് മാത്രമുള്ളെങ്കിൽ ലിറ്ററസി നിങ്ങൾക്ക് നേടി. വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. റീഡിംഗിൽ പ്രൊഫിഷ്യൻസി ആയിരിക്കണം, വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് കഴിഞ്ഞോ? ഇല്ല, ആൻഡ് ന്യൂമറസി. സോ ലിറ്ററസിയും ന്യൂമറസിയും ഒരുമിച്ച് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അണ്ടർസ്റ്റാൻഡിങ് ലിറ്ററസിയും ഒരുമിച്ച് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു നാഷണൽ ഇനീഷ്യേറ്റീവ് ആണ് നമ്മളുടെ നിപുൺ ഭാരത് സ്കീം എന്ന് പറയുന്നത്. നമ്മൾ മുന്നേയും നിപുൺ ഭാരതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുന്നേയും ഒരു എഡിറ്റോറിയൽ വന്നു കഴിഞ്ഞപ്പോൾ നിപുൺ ഭാരതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിപുൺ ഭാരത് സ്കീം എന്നാണ് 2020 ലോഞ്ച് ചെയ്ത നമ്മളുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം നമ്മൾ ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് നിപുൺ ഭാരത് സ്കീം. 3 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള ആളുകളിലെ ലിറ്ററസിയും ന്യൂമറസിയും ഇൻക്രീസ് ചെയ്യുക. 9 വയസ്സ് പറയുമ്പോൾ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ഒരു പ്രായം അല്ലെ? അപ്പോ അല്ല, 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ് ഈ 9 വയസ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ എന്ത് ചെയ്യാനായിട്ട്, ന്യൂമറസിയും ലിറ്ററസിയും ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഹ്യൂജ് പദ്ധതിയാണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള നിപുൺ ഭാരത് സ്കീം എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയൽ പറയുന്ന കാര്യം, ഈ നിപുൺ ഭാരത് സ്കീമിന്റെ ഒക്കെ ഒരു ക്രൈറ്റീരിയ 9 വയസ്സെന്നുള്ളത് ഒന്നും കൂടി എൻലാർജ് ചെയ്യണം. ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു എന്താണ് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും കൂടിയിട്ട് നിപുൺ ഭാരത് സ്കീമിന്റെ കീഴിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ന്യൂമറസിയെ കൃത്യമായിട്ട് പഠിക്കണം. നമുക്കറിയാം മാത്സിന് ബേസ് ഇല്ല എങ്കിൽ എന്ത് പറ്റില്ല, മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. എവിടെയെങ്കിലും ഇപ്പൊ ഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗുണിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടതും ഡിവിഷൻ ചെയ്യേണ്ടതും എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ നമ്മൾ +2 എന്താണ് സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? സോ കാര്യമില്ല. നമ്മൾ എന്താണ് നമ്മളുടെ ട്രയാങ്കുലർ കണ്ടുപിടിച്ചിട്ട് ഇപ്പുറം കണ്ടുപിടിക്കുന്ന പൈതഗോറസ് തിയറം പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ബേസിക് മാത്തമാറ്റിക്സ് ന്യൂമറസി പഠിപ്പിക്കാൻ തറവാകാണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട്
അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി പഠിപ്പിച്ചത് സീസാനിന്റെ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ ബേസിക് ആയിട്ടുള്ള ന്യൂമറസിയിൽ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള, അതായത് നിപുൺ സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നിപുൺ സ്കീം, നിപുൺ ഭാരത് സ്കീം എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ അല്ല, നമ്മളുടെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ആണ്. വാട്ട് ഡസ് ദ SC's advisory opinion imply? ആർട്ടിക്കിൾ 143 പ്രകാരം അഡ്വൈസറി നേച്ചർ. സോ ബേസിക് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതൊന്ന് റിവൈസ് ചെയ്തേക്കുക. എന്താണ് റിവൈസ് ചെയ്യാനായിട്ടുള്ളത്? ആർട്ടിക്കിൾ 143 പ്രകാരം എന്തൊക്കെ? ഇത് ബൈൻഡിങ് ആണോ? അല്ല. ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റിന് ബൈൻഡിങ് അല്ല, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ മാത്രമാണ്. എന്തൊക്കെ കാര്യങ്ങളിൽ ഇവര് അഡ്വൈസ് കൊടുക്കണം സുപ്രീം കോടതി? റിലേറ്റഡ് ടു ലോ ആൻഡ് ഫാക്ട് ആണെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ 1947 മുന്നേ ഉള്ള ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇക്കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സോ തീർച്ചയായിട്ടും അഡ്വൈസ് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ സുപ്രീം കോടതിയുടെ ഡിസ്ക്രിപ്ഷൻസ് പ്രകാരം അഡ്വൈസ് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ഞങ്ങൾ അഡ്വൈസ് തരുന്നില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബാബറി മസ്ജിദിന്റെ കേസിൽ 1991 ബാബറി മസ്ജിദ് എന്താണ് നിലം പരിശായതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അതില് ഇതുപോലെ പ്രസിഡന്റ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 143 ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയോട് ചോദിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, ഡിയർ ഹോണറബിൾ പ്രസിഡന്റ്, വി ആർ നോട്ട് ഗിവിംഗ് എനി അഡ്വൈസ് ഓൺ ദിസ് ഒപ്പീനിയൻ. ഞങ്ങൾ ഈ ഒരു കേസിൽ, ഈ ഒരു പെർട്ടിക്കുലർ മാറ്ററിൽ ഞങ്ങൾ അഡ്വൈസ് തരുന്നില്ല. നമ്മൾ 14 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ 11 എണ്ണത്തിന് മാത്രമേ എന്ത് കൊടുത്തിട്ടുള്ളൂ? അഡ്വൈസ് കൊടുത്തിട്ടുള്ളൂ. സോ അഡ്വൈസ് കൊടുക്കാതിരിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ എന്തായാലും അഡ്വൈസ് കൊടുത്തിരിക്കണം. അതെന്തൊക്കെയാണ്? പ്രീ ലിറ്റിഗേഷൻ, അതായത് 1940 പ്രീ ലിറ്റിഗേഷൻ അല്ല, 1940 പ്രീ ഇൻഡിപെൻഡൻസിലെ ലിറ്റിഗേഷൻ ലോസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തായാലും അഡ്വൈസ് കൊടുത്തിരിക്കണം. ഓക്കെ. സോ നോർമലി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ആര് അഡ്വൈസ് കൊടുക്കും? സുപ്രീം കോടതി അഡ്വൈസ് കൊടുക്കും. പക്ഷേ എന്താണ് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അഡ്വൈസറി അങ്ങനെ കൊടുക്കാറില്ല നോർമൽ കേസുകൾ. അതുകൊണ്ടാണ് ബാബറി മസ്ജിദിന്റെ കേസിൽ നിങ്ങളുടെ സുപ്രീം കോടതി അഡ്വൈസ് കൊടുക്കാതിരുന്നത്. സോ എല്ലാ കാര്യങ്ങളിലും അഡ്വൈസ് കൊടുക്കണമോ? എല്ലാ കാര്യങ്ങളിലും വേണ്ട. പക്ഷേ ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അഡ്വൈസ് കൊടുത്തിരിക്കണം സുപ്രീം കോടതി. എന്നാൽ ഈ കൊടുത്ത അഡ്വൈസ് എടുക്കണമോ വേണ്ടയോ? വേണമെങ്കിൽ എടുക്കാം. ഇറ്റ് ഈസ് ഓൺലി ആൻ അഡ്വൈസ്, നോട്ട് ബൈൻഡിങ് ടു പ്രസിഡന്റ്. ഓക്കെ. സുപ്രീം കോടതിക്ക് ഗവർണറിന് അഡ്വൈസ് കൊടുക്കാനായിട്ട് പറ്റുമോ? ഗവർണറെ നാളെ മുതൽ ഗവർണറുടെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഗവർണറിന് അഡ്വൈസ് കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നമ്മളുടെ 143 പ്രകാരം പ്രസിഡന്റിനാണ് അഡ്വൈസറി പൊസിഷൻ ഉള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗവർണറിന് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ സ്ഥിരം അഡ്വൈസും ചോദിച്ചുകൊണ്ട് നടന്നാണ്. സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. സോ ഗവർണറിന് അഡ്വൈസ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇല്ല. ലാസ്റ്റ് ന്യൂസ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഹൈലി ഗുബ്ബി എന്ന് പറയുന്ന ഒരു വോൾക്കാനോ എത്യോപ്യയിൽ ഇറക്റ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയിലും അതിന്റെ ആഷസുകളൊക്കെ ആകാശത്തുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? നമ്മളുടെ എയർക്രാഫ്റ്റുകളെ ഒന്ന് ലിമിറ്റ് ചെയ്തു. എയർ ട്രാവലിനെ നമ്മളൊന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ചില എയർ ട്രാവലുകൾ വൈകി ഓടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ വേർ ഈസ് എത്യോപ്യ? മാപ്പൊക്കെ നോക്കുന്നതിന് മുൻപ് എവിടെയാണ് എത്യോപ്യ? ഇന്ത്യയുടെ എയർ സ്പേസിലേക്ക് അവിടുത്തെ വോൾക്കാനോസിന്റെ എന്താണ് പാർട്ടിക്കിൾസ് വരണമെങ്കിൽ എവിടെയായിരിക്കും എത്യോപ്യ? ഇന്ത്യയുടെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എത്യോപ്യ? ഒറ്റ ആൻസർ. മാപ്പിലേക്ക് ഒന്ന് നോക്കുന്നതിന് മുൻപ് നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കി എവിടെയായിരിക്കും എത്യോപ്യ എന്ന് പറയുന്നത്. എവിടെയായിരിക്കും? മാപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെയായിരിക്കും എത്യോപ്യ എന്ന് പറയുന്നത്. ഓക്കെ. സോ എത്യോപ്യ ഈസ് എ ആഫ്രിക്കൻ കൺട്രി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആഫ്രിക്കയുടെ എന്താണ് നോസ് എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ നോസ് പോലെ ഇരിക്കുന്ന ഭാഗത്ത് ഉള്ള ഒരു മേജർ കൺട്രിയാണ് ഈ എത്യോപ്യ എന്ന് പറയുന്നത്. സോ ഈ എത്യോപ്യയുടെ ഒരു 10,000 വർഷം പഴക്കമുള്ള എന്താണ് ഒരു വോൾക്കാനോ ആണ് ഇന്നലെ ഇറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് കാരണം ഇന്ത്യയുടെ എയർ സ്പേസിലും ദെൻ സൗദി അറേബ്യയിലൊക്കെ പ്രധാനമായിട്ടും ഈ ആഷസും ഡസ്റ്റ് പാർട്ടിക്കിളുകളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? പടർന്നിട്ടുണ്ട്. സോ അത് നമ്മളുടെ എയർ ട്രാവലിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. സോ
ഹൈലി ഗുബി എന്ന് പറയുന്ന ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ്. 10,000 വർഷം പഴക്കമുള്ള ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്ന് ഓർക്കുക. സോ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വോൾക്കാനം എന്താണ്, വോൾക്കാനിസം എന്ന് പറയുന്ന ജോഗ്രഫിയുടെ പാർട്ട് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. വോൾക്കാനിസത്തിന്റെ ഡിഫറെന്റ് പാർട്ടുകൾ, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, ദെൻ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്താണ്. സോ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. വോൾക്കാനിസം എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് സമയമില്ല. നിങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടോപ്പിക്കുകളാണ്. സോ ജോഗ്രഫി റിവൈസ് ചെയ്യുമ്പോൾ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു പക്ഷം. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പോവുക. വോൾക്കാനിസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, സോ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ഹാഫ് ആൻ അവർ ടു 35 to 40 മിനിറ്റ്സ് എന്തായാലും വേണം. സോ അത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഡിസ്കഷനിലേക്ക് കടക്കാത്തത്. സോ എത്യോപ്യ എവിടെയാണ്, എത്യോപ്യ എങ്ങനെയാണ് ഇന്ത്യയുടെ എയർ സ്പേസിനെ അഫക്ട് ചെയ്തത് എന്നുള്ള കാര്യം കൂടിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ.